വികസന ഭൂപടത്തിൽ നിന്ന് എന്തുകൊണ്ട് കാസർഗോഡിനെ മാറ്റി നിർത്തുന്നു? അപ്പൊ ഇതിന്റെ താഴെ ഒരു കമന്റ്, അവർ കന്നഡയല്ലേ പറയുന്നത്, അതൊരു കമന്റായിട്ട് നമുക്ക് മാത്രം പരിഗണിക്കാം. ഇതിൽ മറ്റൊരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലായിടത്തും അധിനിവേശമുണ്ട്. തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിന് അധിനിവേശം കേരളത്തിൽ എല്ലായിടത്തും. ഞാൻ സംസാരിക്കുന്ന ഭാഷ മലയാളം എന്നാണ് ഞാൻ പറയുന്നത്. അത് മറ്റുള്ളവർക്ക് കേട്ടാൽ ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല. എന്നെ പ്രസവിച്ചത് ഒരു മലയാളിയാണ്. പ്രസവിപ്പിച്ച ഡോക്ടർ തുളു സംസാരിക്കുന്ന ആളാണ്. എന്നെ ആദ്യം നോക്കിയതും കുളിപ്പിച്ചതും ഒക്കെ ഉറുദു സംസാരിക്കുന്ന ഒരാളാണ്. എൻ്റെ പരിസരത്ത് കൊങ്കണി സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ഇവരോട്, ഈ തിരുവനന്തപുരത്തുകാരോട് സംസാരിക്കണമെങ്കിൽ അവരുടെ ഭാഷ അറിയണം. മിക്കണത്തിന് വിദ്യാഭ്യാസവും ഇല്ല, അതുകൊണ്ട് അവർക്ക് പറയാൻ അറിയില്ല. പിന്നെ അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അവർ സ്വർഗത്തിലേക്കുള്ള കോണി എന്ന് പറഞ്ഞിട്ട് ഒറ്റ കുത്താണ്. അത്ര വിദ്യാഭ്യാസം വിവരമേ ഈ കാസർഗോട്ടിലെ ആൾക്കാർക്കുള്ളൂ. നാട്ടിൽ മലയാളം സംസാരിക്കുന്നത് ഷാഫികളായ മുസ്ലിങ്ങളും പിയന്മാരുമാണ്. ഷെട്ടികൾ തുളുവാണ് സംസാരിക്കുന്നത്, ഭട്ടുകളും തുളുവാണ് സംസാരിക്കുന്നത്, SC ST തുളുവാണ് സംസാരിക്കുന്നത്. ചിലരൊക്കെ കൊങ്കണിയൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കൊങ്കണി സംസാരിക്കുന്ന ആൾക്കാർ വേറെ ഉണ്ട്. ഉറുദു തുർക്കന്മാരെന്നും പറഞ്ഞിട്ട് ഉറുദു സംസാരിക്കുന്ന വേറൊരു വിഭാഗം മുസ്ലിങ്ങളുണ്ട്. ഇവരൊക്കെ ഞാൻ ഡെയിലി കാണുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലൊക്കെ ഇവരൊക്കെ ഞാൻ കാണും ഡെയിലി. അങ്ങനെയുള്ളൊരു മിക്സ്ഡ് ഒരു സംഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ന്യൂനപക്ഷം എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ജനത എന്നൊക്കെ പറയുമ്പോൾ അവരോടുള്ള കെയർ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രഹസനമാണ്. കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ. പക്ഷേ ഈ ഭാഷ അറിയാത്തവർക്ക് മലയാളത്തിൽ കരയാൻ അറിയില്ല. കരയാൻ അറിയുന്നവർക്കാണെങ്കിൽ ബോധമില്ല. മലപ്പുറം ലീഗിന് കയറ്റി കുത്തുകയാണ്. അതുകൊണ്ടെന്താ, ഡിക്കിൽ സ്വർണം കടത്തിയും തല മാറ്റിയിട്ട് ഗൾഫിൽ പോയിട്ടും ഒക്കെയാണ് ഇവിടെ ആൾക്കാർ ജീവിക്കുന്നത്. എന്നെ ഒരുത്തരം കളിയാക്കിയിട്ടുണ്ട്, നിങ്ങളൊക്കെ കള്ളക്കടത്തുകാരല്ലേ. അപ്പോൾ ഒരു മലപ്പുറക്കാരൻ, ഇവൻ ഈ PSC ഒക്കെ എഴുതി സർക്കാർ സർവീസിൽ കയറിയ ഒരുത്തനാണ്. അപ്പം അതെന്നെ വല്ലാതെ അന്ന് വല്ലാതെ എന്നെ ഹേർട്ട് ചെയ്തു. എല്ലാവർക്കും പണമുണ്ടാക്കണം, നല്ല സൗകര്യത്തിൽ ജീവിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാകും. പക്ഷെ അതിനുള്ള സാഹചര്യം നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ തിരുവനന്തപുരത്തുകാർ അവർക്ക് ഒരുക്കി കൊടുത്തിട്ടുണ്ടോ എന്ന് കൂടി നമ്മൾ ആലോചിക്കണ്ടേ. സഭക്കാരും നായന്മാരും കാട്ടയത്തുള്ള വെള്ളാപ്പള്ളിക്കാരും മാത്രം ഇത് ഹിന്ദു മുസ്ലിം പ്രശ്നമല്ലോ. എൻ്റെ നാട്ടിൽ പൊതുവിഷയമാണ് പറയുന്നത്. എല്ലാ ജാതിയും ഉണ്ട്. അപ്പോൾ അവർക്കും അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ മുന്നിലോട്ട് വരണ്ടേ. അവർക്കും കാർ വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ലേ, ഫ്ലാറ്റ് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ലേ. അപ്പോൾ അവർക്ക് നേരായ വഴികളിൽ അവർക്കത് കിട്ടുന്നില്ല. അപ്പോൾ അവർ മറ്റുള്ള വഴികൾ തേടും. അതിൻ്റെതായ റിസ്ക് ഉണ്ട്. ഗൾഫിലൊക്കെ വെച്ചിട്ട് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയാണ്, ഭയങ്കര ധീരതയല്ലേ ഈ തല മാറ്റിയിട്ട് ഫോട്ടോ മാറ്റിയിട്ട്. അതായത് നിങ്ങളടുത്തൊരു പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു പാസ്പോർട്ട്, ഇപ്പം എൻ്റെ പേരിൽ ഒരു പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ആ പാസ്പോർട്ട് ഒരു മാസം കൂടുമ്പോൾ ദുബായിലോട്ടും തിരിച്ചും ഇങ്ങനെ വരും. ആ പാസ്പോർട്ടിലാണ് വിസ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഇങ്ങനെ ഇടക്കിടക്ക് മാറും. ഇപ്പോൾ കയറി പോകുന്നവൻ വേറെ, ഇറങ്ങി വരുന്നവൻ വേറെ, അങ്ങനെ 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 അങ്ങനെ. ഇപ്പോഴൊക്കെ ആ ഫോട്ടോ കവറിൽ തന്നെ, പാസ്പോർട്ടിൻ്റെ കവറിൽ തന്നെ അടിച്ചു വരുന്ന കാരണം ഇപ്പോൾ ഫോട്ടോ മാറ്റലൊക്കെ നിർത്തി. പക്ഷെ അങ്ങനെയൊക്കെ അത് ധൈര്യതൊന്നുമല്ല, അത് ധീരതയൊന്നുമല്ല, അത് ഗതികേടാണ്. പിന്നെ വേറൊരു ഇവിടുത്തെ കാസർഗോട്ടിലെ MLA കന്നഡത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വേറൊരു എൻ്റെ കുടുംബത്തിൽ എൻ്റെ മൂത്തമ്മയുടെ മക്കളൊക്കെ, മൂത്തമ്മയുടെ മക്കളും എല്ലാം കന്നഡ എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. എൻ്റെ കസിൻസ് ഒരുപാട് പേർ മുസ്ലിങ്ങളാണ്, എന്നിട്ടും അവർ കന്നഡ എഴുതുകയും വായിക്കുകയും ചെയ്യുന്നത്. അവർക്കതാണ് സൗകര്യം. നമ്മളൊക്കെ അവരുടെ കേരളത്തിലല്ലേ, അവരെന്താ നികുതി കൊടുക്കുന്നില്ലേ, അവർക്ക് സൗകര്യം കൊടുക്കണ്ടേ, വേണം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഭാഷ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്ന പിന്നെ വേണ്ട, വേറെ സംസ്ഥാനമാക്കിയിട്ടോ വിട്ടാൽ മതി. ഇനി രാജ്യമാക്കിയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ നിയമം ബാധകമാക്കണം. വികസനം വേണം, എല്ലാവർക്കും വികസനം വേണം. അവൻ പറഞ്ഞാലും ചോദിച്ചാലും ഇല്ലെങ്കിലും അവന് വികസനം കൊടുക്കും. അതാണ് അതിൻ്റെ പോയിന്റ്.